Hi all. We were discussing here narrative modes of thinking, and we covered some of the points through the last class. One more thing, we studied the last class narration in literature, philosophy, and history. Through these 3 points, we covered narration in literature. Narration literature, we studied plenty points are there. You can see the last classes, there are plenty points. And I would like to enter today's class itself. The important point, narration in philosophy. All of you read once again. Narration in philosophy. Let us discuss in detail. Listen. All of you read. In order to explore the sense of self-identity formation, community and politics, the philosophical texts always use narrative. So to make sense of self, that means selfism. Another point, identity formation, make identity formation. And the influence of community, make influence in community and politics. For these points, we always use the philosophical text. For this narrative, we always use the philosophical text. Got it? Look on the next point. The link of philosophy and narration can be studied at 2 levels. അഥവാ ഫിലോസഫിയുടെയും നരേഷൻ്റെയും കണക്ഷനുകൾ നമുക്ക് 2 ലെവലിൽ പഠിക്കാം. എങ്ങനെയാണ് ഫിലോസഫിയും നരേഷനും പരസ്പരം ലിങ്ക് ചെയ്യുന്നത് എന്നതിനെക്കുറിച്ച് നമുക്ക് 2 ലെവലുകളിൽ പഠനം ആരംഭിക്കാം. ദ ഫസ്റ്റ് വൺ, ഫിലോസഫീസ് ഡിപ്പെൻഡൻസ് ഓൺ നരേറ്റീവ്. ഒന്നാമത്തെ ലിങ്ക് എന്താണ്? ഫിലോസഫീസ് ഡിപ്പെൻഡൻസ് ഓൺ നരേറ്റീവ്. നരേറ്റീവിനെ കുറിച്ചുള്ള ഫിലോസഫിയുടെ ഡിപ്പെൻഡൻസ്, ആശ്രയത്വം എന്ന് പറഞ്ഞാൽ അതിന് മറ്റൊരു പേര് ഫിലോസഫിക്കൽ നരേറ്റീവ് എന്നുള്ളതാണ്. അപ്പോൾ നരേറ്റീവ്സിനെയും ഫിലോസഫിയെയും ലിങ്ക് ചെയ്യാനുള്ള 2 വഴികളിൽ ഒന്ന് ഫിലോസഫീസ് ഡിപ്പെൻഡൻസ് ഓൺ നരേറ്റീവ്, ദാറ്റ് മീൻസ് ഫിലോസഫിക്കൽ നരേറ്റീവ് എന്ന് പറയും. അതാണ് നമുക്കിവിടെ പഠിക്കാനുള്ളതും. സെക്കൻഡ് വൺ നോക്കൂ, ഇറ്റ്സ് എക്സ്പ്ലിക്കേഷൻസ് ഓഫ് നരേറ്റീവ് ഇൻ എ ബിറ്റ് ടു അണ്ടർസ്റ്റാൻഡ് ഹ്യൂമൻ എക്സിസ്റ്റൻസ്, ലൈഫ് ആൻഡ് ട്രൂത്ത്സ്. ഇറ്റ്സ് മീൻസ് ഫിലോസഫിയുടെ എക്സ്പ്ലിക്കേഷൻസ്, അതിൻ്റെ ഇൻ്റർപ്രിട്ടേഷൻസ്, ആഖ്യാനങ്ങൾ, വിശദീകരണങ്ങൾ എന്നൊക്കെ പറയും ഓഫ് നരേറ്റീവ്. ഇൻ എ ബിഡ് ടു അണ്ടർസ്റ്റാൻഡ് ഹ്യൂമൻ എക്സിസ്റ്റൻസ്, ലൈഫ് ആൻഡ് ട്രൂത്ത്. സത്യം, ലൈഫ്, മനുഷ്യ നിലനിൽപ്പ്, ഇതിനെക്കുറിച്ചൊക്കെയുള്ള മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് ഫിലോസഫിയുടെ ഒരു വിശദീകരണം. ഈ 2 രീതിയിലൂടെയാണ് നരേറ്റീവ്സിനെയും ഫിലോസഫിയെയും ലിങ്ക് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന 2 രീതിയെക്കുറിച്ചാണ് നമ്മളിവിടെ സംസാരിച്ചത്. ഓക്കെ, നമുക്കതിൽ ആദ്യം പറഞ്ഞതിനെക്കുറിച്ചാണ് കാര്യക്ഷമമായി പഠിക്കാനുള്ളത്. ഏത്? ഫിലോസഫീസ് ഡിപ്പെൻഡൻസ് ഓൺ നരേറ്റീവ്, ദാറ്റ് മീൻസ് ഫിലോസഫിക്കൽ നരേറ്റീവ്സ്. ഓൾ ഓഫ് യു റീഡ് ഫിലോസഫിക്കൽ നരേറ്റീവ്. നമുക്കൊന്ന് ഡീറ്റെയിലായി നോക്കാം. എന്താണ് ഫിലോസഫിക്കൽ നരേറ്റീവ്? ഫിലോസഫി ഈസ് അബൌട്ട് എ റെറ്റോറിക്, ദാറ്റ് മീൻസ് ദ ആക്ട് ഓഫ് പെർസ്വേസീവ് സ്പീച്ച്. ഫിലോസഫി എന്ന് പറയുന്നത് അത് റെറ്റോറിക്കാണ്. റെറ്റോറിക് എന്ന് പറഞ്ഞാൽ ദ ആക്ട് ഓഫ് പെർസ്വേസീവ് സ്പീച്ച് അഥവാ ഇൻഫ്ലുവൻസ്ഡ് സ്പീച്ച് എന്നർത്ഥം. മറ്റൊരാൾക്ക് ഉപകാരപ്രദമായ, അയാളെ സംശീകരിക്കുന്ന ഒരു തരം ആഖ്യാനമാണ്, പ്രസംഗമാണ് റെറ്റോറിക് എന്ന് പറയുന്നത്. ഫിലോസഫി റെറ്റോറിക്കാണ്. റെറ്റോറിക് എന്നാൽ പെർസ്വേസീവ് സ്പീച്ച് എന്നർത്ഥം. ഗോട്ട്? ഈ ഫിലോസഫിക്കൽ നരേറ്റീവിൽ ഇൻ ഓർഡർ ടു ഡെമോൺസ്ട്രേറ്റ് ദ പ്രോബ്ലം ഓഫ് നോളജ്, ഈ നോളജിൻ്റെ പ്രശ്നത്തെ ഡെമോ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പ്ലാറ്റോ ഓഫേഴ്സ് എ മിത്തിക് നരേറ്റീവ്. നമ്മളെ പ്ലാറ്റോ ഉണ്ടല്ലോ, സോക്രട്ടീസിൻ്റെ ഡിസിപ്പിളായിട്ടുള്ള പ്ലാറ്റോ, അയാൾ ഓഫർ കൊടുക്കുന്നത് എ മിത്തിക് നരേറ്റീവാണ്. മിത്തിക് നരേറ്റീവ് പറഞ്ഞാൽ പുരാണപരമായ ഒരു നരേഷൻ വൈൽ എക്സ്പ്ലെയിനിങ് ദ മിത്ത് ഓഫ് ദ കേവ്. ഗുഹയുടെ മിത്തിനെ എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ട്, മിത്ത് ഓഫ് ദ കേവ് എന്ന് പറയുന്ന ഒരു ഗുഹയുടെ ഒരു മിത്തുണ്ട്, അതിനെ എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ട് പ്ലാറ്റോ നോളജിന്റെ പ്രശ്നത്തെ ഡെമോ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇംഗ്ലണ്ടിലെ 16th സെഞ്ചുറിയിൽ ഇംഗ്ലണ്ടിൽ ഫ്രാൻസിസ് ബേക്കൺ എന്ന് പറയപ്പെടുന്ന മഹാനായ എഴുത്തുകാരൻ, അദ്ദേഹം ഫിലോസഫിയെ പ്രൊമോട്ട് ചെയ്തുകൊണ്ട് ഇങ്ങനെയാ പറയുന്നത്. എന്താണ്? ഫ്രാൻസിസ് ബേക്കൺ നിങ്ങൾ ശ്രദ്ധിച്ചില്ലേ? ഫ്രാൻസിസ് ബേക്കൺ 16ാം നൂറ്റാണ്ടിൽ ഇംഗ്ലണ്ടിൽ ഫിലോസഫിയെ പ്രൊമോട്ട് ചെയ്തുകൊണ്ട് അദ്ദേഹം വാദിക്കുന്നു.
That means he argues that knowledge is an empire that has to be expanded using images of travel, frontiers, and discovery. ഫ്രാൻസിസ് ബേക്കൺ വാദിക്കുന്നത് എന്താണ്? നോളജ് ഈസ് ആൻ എംപയർ. നോളജ് എന്ന് പറയുന്നത് അത് വലിയൊരു സാമ്രാജ്യം പോലെയാണ് കേട്ടാ. നോളജ് ഈസ് ആൻ എംപയർ ദാറ്റ് ഹാസ് ടു ബി എക്സ്പാൻഡഡ്. അതിനെ വിശദീകരിക്കേണ്ടതുണ്ട്, അതിനെ വലയം ചെയ്യേണ്ടതുണ്ട്. യൂസിങ് ഇമേജസ് ഓഫ് ട്രാവലിൻ്റെ ഇമേജ് വെച്ചിട്ട്, ഫ്രണ്ടിയേഴ്സ് അതിർത്തികളുടെ ഇമേജ് വെച്ചിട്ട്, ആൻഡ് ഡിസ്കവറി എന്ന് പറഞ്ഞാൽ കണ്ടുപിടുത്തങ്ങൾ. അപ്പോൾ വലിയൊരു ഭാഷ എന്ന് പറഞ്ഞാൽ വലിയൊരു സാമ്രാജ്യം പോലെയാണ്. ആ സാമ്രാജ്യത്തെ നമ്മൾ അറിയണമെങ്കിൽ യാത്രകൾ ചെയ്തതിൻ്റെ ഇമേജ് വേണം, യാത്രകളുടെ സ്ഥലങ്ങളുടെ ഇമേജ് വേണം, ഫ്രണ്ടിയേഴ്സ് അതിർത്തികളുടെ ഇമേജ് വേണം, ആൻഡ് ഡിസ്കവറി അതേപോലെ കണ്ടുപിടുത്തങ്ങളുടെ ഇമേജ്. അപ്പോഴാണ് ആ രാഷ്ട്രത്തെ ഒരു രാഷ്ട്രത്തെ നമ്മൾ എന്ത് ചെയ്യുള്ളൂ, നന്നായി അറിയപ്പെടുകയുള്ളൂ. അതേപോലെയാണ് നോളജും ഒരു രാഷ്ട്രം പോലെയാണ്, വലിയൊരു എംപയർ പോലെയാണ്. അത് വലിയ വലിയ സാധനങ്ങൾ കൊണ്ട്, ഫിലോസഫി കൊണ്ട്, നരേഷൻ കൊണ്ട്, ലിറ്ററേച്ചർ കൊണ്ട്, നോളജ് കൊണ്ടൊക്കെ എന്ത് ചെയ്യണം, സമ്പുഷ്ടമായിരിക്കണം എന്നാണ് ഫ്രാൻസിസ് ബേക്കൺ മുന്നോട്ട് വെക്കുന്ന ഒരു വാദം. ഓക്കെ, നെക്സ്റ്റ് ഒരു പോയിന്റ്, പൊളിറ്റിക്കൽ ടെക്സ്റ്റ് ആൻഡ് പൊളിറ്റിക്കൽ ഫിലോസഫേഴ്സ് ഹാവ് ഓൾസോ യൂസ്ഡ് നരേറ്റീവ്സ്. പൊളിറ്റിക്കൽ ടെക്സ്റ്റുകളും പൊളിറ്റിക്കൽ ഫിലോസഫേഴ്സും എന്ത് യൂസ് ചെയ്യുന്നുണ്ട്, നരേറ്റീവ്സ് യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇംഗ്ലണ്ടിലെ ജെയിംസ് ഫസ്റ്റ്, എന്താണ് പേര്, ജെയിംസ് ഫസ്റ്റ്, അയാൾ സിക്നെസ്സിനെയും മെഡിസിനെയും നരേറ്റ് ചെയ്തുകൊണ്ട്, എന്തിനെ, സിക്നെസ് രോഗത്തെയും മരുന്നിനെയും നരേറ്റ് ചെയ്തുകൊണ്ട് ഇംഗ്ലണ്ടിലെ ജെയിംസ് ഫസ്റ്റ് എന്ന് പറയുന്ന രാജാവ് അയാൾ ആർഗ്യൂ ചെയ്ത് എന്താ അറിയോ, ദാറ്റ് കിങ് എ പൊസിഷൻ വിച്ച് ഈസ് ഓർഡൈൻഡ് ബൈ ഗോഡ്. മരുന്ന്, മെഡിസിൻ എന്ന് പറയുന്ന ഈ ഒരു സാധനത്തെ നരേറ്റ് ചെയ്തുകൊണ്ട് ഇംഗ്ലണ്ടിലെ ജെയിംസ് ഫസ്റ്റ് എന്ന് പറയുന്ന ആള് അദ്ദേഹം വാദിച്ചത് എങ്ങനെയാണ്, രാജാവ്, ഒരു നാട്ടിലെ രാജാവ്, എ പൊസിഷൻ വിച്ച് ഈസ് ഓർഡൈൻഡ് ബൈ ഗോഡ്, അയാളുടെ സ്ഥാനം ഏതുപോലെയാണ്, ദൈവത്തെ പോലെയാണ് എന്നാണ്. ഒരു നാട്ടിലെ രാജാവിന്റെ സ്ഥാനം ദൈവത്തെ പോലെയാണ്. വാസ് ദ ഹെഡ് ഓഫ് ദ സ്റ്റേറ്റ്. പിന്നീട് അദ്ദേഹം മുന്നോട്ട് വെക്കുന്ന മറ്റൊരു പോയിന്റ്, ഹി മെറ്റഫോറിക്കലി കോറിലേറ്റ്സ് കിങ്ഡം ആൻഡ് കിങ് ആസ് ബോഡി ആൻഡ് ഇറ്റ്സ് ഫിസിഷ്യൻസ്. നോക്കൂ, അദ്ദേഹം മെറ്റഫോറിക്കലി പറയുന്ന മറ്റൊരു പോയിന്റ്, കിങ്ഡവും കിങ്ങും ഏതുപോലെയാണ്, ശരീരം പോലെയാണ്, ബോഡിയാണ്, ആൻഡ് ഇറ്റ്സ് ഫിസിഷ്യൻസ് അതിൻ്റെ ഡോക്ടർമാർ പോലെയാണ് എന്നാണ് പറയുന്നത്. പിന്നീട് ഈ ഒരു ഒപ്പീനിയനെ ഡെവലപ്പ് ചെയ്തുകൊണ്ട് തോമസ് ഹോബ്സും ജോൺ ലോക്കെയും, ആരൊക്കെയാണ്, തോമസ് ഹോബ്സ് ആൻഡ് ജോൺ ലോക്കെ, ഇവർ രണ്ടുപേരും ഒരു ഓർഗാനിസവും ശരീരത്തിൻ്റെ അവയവത്തെ ഡിസ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് ദ മൊണാർക്കി ആൻഡ് കൺട്രി അഥവാ രാജാവിനെയും രാജ്യത്തെയും ഒന്ന് ഡിസ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവരെന്ത് കൊണ്ടുവന്നു, ഒരു സിറ്റിയും ഒരു ലാർജ് ഓർഗാനിസവും കൊണ്ടുവന്നു. എന്നിട്ട് പറയാണ്, എന്താ പറഞ്ഞത്, ആൻ ഓർഗാനിസം സർവൈവ്സ് ഓൺലി വെൻ ഓൾ പാർട്സ് ഓഫ് ഇറ്റ് ഒബേയ്സ് ദ ഹെഡ് എന്നാണ് പറഞ്ഞത്. ഒരു അവയവം അത് അതിജീവിക്കണമെങ്കിൽ എല്ലാ പാർട്ടുകളും, ശരീരത്തിൽ ഉണ്ടാകുന്ന എല്ലാ അവയവങ്ങളും ജീവിക്കണമെങ്കിൽ എല്ലാ പാർട്ടുകളും എന്ത് ചെയ്യണം, ഒബേയ്സ് ദ ഹെഡ്, പ്രധാന ഭാഗത്തെ അംഗീകരിക്കണം, തലയെ അംഗീകരിക്കണം. ലൈക്ക് വൈസ് അതുപോലെ ദ കിങ് മസ്റ്റ് ബി അബ്സല്യൂട്ട് ഇൻ പവർ. രാജാവാണ് ഈ ഒരു ശരീരത്തിലെ പ്രധാന ഭാഗം തലയാണെങ്കിൽ ഒരു കൺട്രിയിലെ പ്രധാന ഭാഗം എന്ന് പറയുന്നത് ആരാണ്, രാജാവാണ്. ആ രാജാവിനെ മറ്റു ഭാഗങ്ങളൊക്കെ എന്ത് ചെയ്യണം, മറ്റു പ്രജകൾ എല്ലാവരും ഒബേ ചെയ്യണം. അതാണ് രാജാവിൻ്റെ പവർ എന്ന്. ശരീരത്തിലെ ഹെഡിനെ പോലെയാണ് ഒരു കൺട്രിയിൽ രാജാവിൻ്റെ പൊസിഷൻ എന്ന് പിന്നീട് ആര് വാദിക്കുകയാണ്, തോമസ് ഹോബ്സും ജോൺ ലോക്കെയും വാദിക്കുന്നു. ഗോട്ട് ഇറ്റ്, ഗുഡ്. ഇനി നെക്സ്റ്റ് പോയിന്റ് നോക്കുക. നരേറ്റീവ് മോഡ്സ് യൂസ് ചെയ്യുന്ന മറ്റു രണ്ട് ഒബ്ജക്റ്റുകളാണ്, ഒന്ന് റിലീജിയസ് ടെക്സ്റ്റ്, മറ്റൊന്ന് റിലീജിയസ് സ്ക്രിപ്ചേഴ്സ്. ഓക്കെ, അപ്പോൾ റിലീജിയസ് ടെക്സ്റ്റുകളും റിലീജിയസ് സ്ക്രിപ്ചേഴ്സുകളും എന്ത് യൂസ് ചെയ്യുന്നു, നരേറ്റീവ് മോഡ്സ് യൂസ് ചെയ്യുന്നു. എന്തിനാണ് അവരത് യൂസ് ചെയ്യുന്നത്? ദേ യൂസ് ഇറ്റ് to convey their ideas on truths, human life, moral and values of living.
ഇവർ യൂസ് ചെയ്യുന്നത് എന്തിനാണ്? അവരുടെ സത്യത്തെക്കുറിച്ചുള്ള ആശയങ്ങൾ, മനുഷ്യജീവിതങ്ങൾ, ധാർമ്മികങ്ങൾ ആൻഡ് വാല്യൂസ് ഓഫ് ലിവിങ്, ജീവിതത്തിൻ്റെ മൂല്യങ്ങൾ, ഇതൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ട് ഈ റിലീജിയസ് ടെക്സ്റ്റുകളും സ്ക്രിപ്റ്റേഴ്സും എന്ത് യൂസ് ചെയ്യുന്നുണ്ട്? നരേറ്റീവ് മോഡ്സ് യൂസ് ചെയ്യുന്നുണ്ട്. ഗോട്ട് ഇറ്റ്? ഒരു എക്സാമ്പിൾ നോക്കാം. ഇൻ മഹാഭാരത the ethics and values of life is delivered through the story of Rama, Krishna, Ravana, Arjuna and Karna. അപ്പോൾ കർണനിലൂടെ, അർജുനനിലൂടെ, രാവണനിലൂടെ, കൃഷ്ണനിലൂടെ, രാമയിലൂടെ, ഇവരുടെയൊക്കെയാണ് മഹാഭാരതത്തിൽ എന്തിനെ വിശദീകരിക്കുന്നത്? ജീവിതത്തിൻ്റെ മൂല്യങ്ങളെയും ധാർമ്മികതകളെയും എത്തിക്സിനെയും വിശദീകരിക്കുന്നത് ഇതിലൂടെയൊക്കെയാണ്. ഏത് യൂസ് ചെയ്തിട്ട്? നരേറ്റീവ്സ് മോഡ് യൂസ് ചെയ്തിട്ട്. ഓക്കെ, all of you look on the screen. You can see Michael Ignatieff. ആരാണ് മൈക്കൽ ഇഗ്നാറ്റീഫ്? കണ്ടോ? ദ ഹ്യൂമൻ റൈറ്റ്സ് ഫിലോസഫറാണ്. ഹ്യൂമൻ റൈറ്റ് ഫിലോസഫർ. ഹീ ഈസ് ആർഗ്യൂയിങ്. അദ്ദേഹം വാദിക്കുന്നത് എങ്ങനെയാണ്? എന്ത്? ലുക്ക്, ദ ഹ്യൂമൻ റൈറ്റ്സ് ഫിലോസഫർ മൈക്കൽ ഇഗ്നാറ്റീഫ് ഹാസ് ആർഗ്യൂഡ് ദാറ്റ് വിക്ടിംസ് ഓഫ് അട്രോസിറ്റി ആൻഡ് ഒപ്രഷൻ tell their stories in the form of testimonies, that means in courts of law and autobiographies. എന്താ പറഞ്ഞത്? അട്രോസിറ്റിയിലെ വിക്ടിംസ് അഥവാ അതിക്രമം നടത്തിയ ആളുകളുണ്ടല്ലോ. ഇപ്പം നമുക്ക് ഈ ലോകത്തും ഇന്ത്യയിൽ മൊത്തം അതിക്രമം നടക്കുക നമുക്കറിയാം. ആൻഡ് ഒപ്രഷൻ, ഈ ഒപ്രഷനിലൂടെയും അട്രോസിറ്റിയിലൂടെയും ഉണ്ടാകുന്ന ഇരകളുണ്ടല്ലോ, വിക്ടിംസ്, അവർ ടെൽ ദെയർ സ്റ്റോറീസ്, അവരുടെ കഥകൾ പറയുന്നത് ഇൻ ദ ഫോം ഓഫ് ടെസ്റ്റിമണീസ്, പ്രമാണങ്ങൾ എന്ന് പറയുന്ന രൂപത്തിലാണ്. ദാറ്റ് മീൻസ് ഇൻ കോർട്സ് ഓഫ് ലോ ആൻഡ് ഓട്ടോബയോഗ്രഫീസ്. പിന്നെ അവർ എന്ത് യൂസ് ചെയ്യുന്നുണ്ട്? ഓട്ടോബയോഗ്രഫി യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇതിലൂടെയാണ് അവർ അവരുടെ കഥകളൊക്കെ വിവരിക്കുന്നത്, നരേറ്റ് ചെയ്യുന്നത്. ഹി പ്രപ്പോസസ് ദാറ്റ് സച്ച് നരേറ്റീവ് ഇനീഷ്യേറ്റ് ആൻഡ് എ പ്രോസസ് ഓഫ് എത്തിക്കൽ റെസ്പോൺസ്. അത്തരം നരേഷൻ നടത്തുമ്പോൾ അവരെന്തെടുക്കണം? ഒരു എത്തിക്കൽ റെസ്പോൺസ്, ഒരു ധാർമ്മിക ഉത്തരവാദിത്തം കൂടി അവർ കാണിക്കണം. ഉള്ളതുപോലെ പ്ലസ് ആയിട്ടും മൈനസ് ആയിട്ടും പറയാൻ ശ്രമിക്കണം എന്നാണ് ആര് വാദിക്കുന്നത്? കമോൺ, ഹ്യൂമൻ റൈറ്റ് ഫിലോസഫർ, 20ാം നൂറ്റാണ്ടിലെ ഹ്യൂമൻ റൈറ്റ് ഫിലോസഫറായ മൈക്കൽ ഇഗ്നാറ്റീഫ്. ഗോട്ട് ഇറ്റ്? ഗുഡ്. അപ്പോൾ ഇനി നമുക്ക് നെക്സ്റ്റ് ഒരു പോയിന്റ് ശ്രദ്ധിക്കാം. ദ ഫിലോസഫിക്കൽ അനലൈസിസ് ഓഫ് നരേറ്റീവ്. ദ ഫിലോസഫിക്കൽ analysis of narrative. Listen, all of you look on the screen. നരേറ്റീവിനെ കുറിച്ചുള്ള പോൾ റിക്കർ, ആരാണ്? പോൾ റിക്കർ. നരേറ്റീവിനെ കുറിച്ച് പോൾ റിക്കർ സജഷൻ നോക്കൂ. അദ്ദേഹത്തിൻ്റെ നിർദ്ദേശം നരേറ്റീവിനെ കുറിച്ചുള്ള ഇങ്ങനെയാണ്. പോൾ റിക്കർ സജസ്റ്റ് ദാറ്റ് ഹ്യൂമൻ ആക്ഷൻ ക്യാൻ ബി അണ്ടർസ്റ്റുഡ് ഓൺലി വിതിൻ ആൻ ഇമാജിനേറ്റീവ് റീകൺസ്ട്രക്ഷൻ ഓഫ് ഇറ്റ്. പോൾ റിഗർ നിർദ്ദേശിക്കുന്നത് ദാറ്റ് ഹ്യൂമൻ ആക്ഷൻ, മനുഷ്യൻ്റെ പ്രവർത്തനങ്ങൾ മനസ്സിലാകണമെങ്കിൽ, ക്യാൻ ബി അണ്ടർസ്റ്റുഡ്, മനുഷ്യൻ്റെ പ്രവർത്തനങ്ങൾ നമുക്ക് പിടുത്തം കിട്ടൂല, അത് മനസ്സിലാവണമെങ്കിൽ എന്തേ സാധ്യതയുള്ളൂ? ഓൺലി വിതിൻ ആൻ ഇമാജിനേറ്റീവ് റീകൺസ്ട്രക്ഷൻ. ഇതിലൂടെ മാത്രമാണ്, ഇമാജിനേറ്റീവായ ഭാവനാത്മകമായ റീകൺസ്ട്രക്ഷനിലൂടെ മാത്രമേ മനുഷ്യൻ്റെ പ്രവർത്തനങ്ങളെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ എന്നുള്ള ഒരു നിർദ്ദേശമാണ് ആര് മുന്നോട്ട് വെക്കുന്നത്? പോൾ റിക്കർ മുന്നോട്ട് വെക്കുന്നത്. ഗോട്ട് ഇറ്റ്? അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ മനുഷ്യൻ്റെ ആക്ഷനുകളും ഈവൻസുകളും സംഭവങ്ങളും പ്രവർത്തനങ്ങളൊക്കെ എന്തായി അദ്ദേഹം പരിഗണിക്കുന്നു? ദ ഫസ്റ്റ് ലെവൽ ഓഫ് മൈമസിസ് അഥവാ ഇമിറ്റേഷൻ. മൈമസിസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇമിറ്റേഷൻ്റെ ആദ്യത്തെ ലെവലായിട്ടാണ്, ഫസ്റ്റ് ലെവലായിട്ടാണ് മനുഷ്യൻ്റെ പ്രവർത്തനങ്ങളെയും ഈവൻസുകളെയും ആര് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്? പോൾ റിഗർ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. ഗോട്ട് ഇറ്റ്? ഇനി അദ്ദേഹത്തിൻ്റെ നെക്സ്റ്റ് പോയിന്റ് നോക്കൂ. ഹ്യൂമൻ എക്സിസ്റ്റൻസ് മേക്സ് സെൻസ് വെൻ ഹ്യൂമൻ ആക്ഷൻസ് ആർ ലൊക്കേറ്റഡ് ഇൻ ദിസ് ലോജിക്കൽ പ്ലോട്ട്. അഥവാ ഹ്യൂമൻ ആക്ഷൻസ്, മനുഷ്യൻ്റെ പ്രവർത്തനങ്ങൾ ലോജിക്കൽ പ്ലോട്ടിലൂടെ ലൊക്കേറ്റ് ചെയ്യപ്പെടുമ്പോൾ മാത്രമാണ് ഹ്യൂമൻ എക്സിസ്റ്റൻസിന് സെൻസ് ഉണ്ടാവുക എന്ന് അദ്ദേഹം അഭിപ്രായപ്പെടുന്നു. ആര്? പോൾ റിക്കർ. ഈ ഒരു തോട്ടിന് അദ്ദേഹം എന്ത് പറഞ്ഞു? ദിസ് ഇസ് ദ സെക്കൻഡ് ലെവൽ ഓഫ് മൈമസിസ്. ഇതിന് അദ്ദേഹം എന്തായി പരിഗണിക്കുന്നു? മൈമസിസിൻ്റെ സെക്കൻഡ് ലെവലായി അദ്ദേഹം കൺസിഡർ ചെയ്യുന്നു. ഇപ്പോൾ ഫസ്റ്റ് ലെവൽ ആദ്യം പറഞ്ഞു, ഇപ്പോൾ സെക്കൻഡ് ലെവൽ പറഞ്ഞു. ഓക്കെ, ഇനി അദ്ദേഹം മൈമസിസിൻ്റെ തേർഡ് ലെവൽ പറയും. നോക്കൂ,
imaginative order is combined with the real life in the fiction. അപ്പോൾ ഒരു ഫിക്ഷനിൽ റിയൽ ലൈഫിനോടൊപ്പം തന്നെ യഥാർത്ഥ ജീവിതത്തോടൊപ്പം ഇമാജിനേറ്റീവ് ഓർഡർ, ഭാവനാത്മകതയെ നമ്മൾ കമ്പൈൻ ചെയ്യുമ്പോൾ, കൂട്ടിയോജിപ്പിക്കുമ്പോൾ അതിലൂടെ എന്തുണ്ടാകുന്നു? ദ തേർഡ് ലെവൽ ഓഫ് മൈമസിസ് ഉണ്ടാകുന്നു എന്നതാണ് ആര് പറയുന്നത്? പോൾ റിക്കർ പറയുന്നത്. പോൾ റിക്കറിൻ്റെ 3 ലെവൽ ഓഫ് മൈമസിസ് നമ്മൾ കണ്ടു. ഫസ്റ്റ് സ്റ്റെപ്പ് കണ്ടു, സെക്കൻഡ് ലെവൽ കണ്ടു, ആൻഡ് ദ തേർഡ് ലെവൽ ഇസ് ദെയർ. ഗോട്ട് ഇറ്റ്? ഗുഡ്. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് ഒരു പോയിന്റിനെ അനലൈസ് ചെയ്യാം. ഫ്രഞ്ച് ഫിലോസഫറായ ആരാണ്? ജാക്വിസ് ഡെരീഡ സ്പീച്ചിനെയും റൈറ്റിങ്ങിനെയും അനലൈസിസ് ചെയ്യുന്നത് എങ്ങനെയെന്ന് നോക്കാം. ഓക്കെ, ശ്രദ്ധിക്കുക. All of you read. He analyzes speech and writing in order to formulate a theory of Western philosophy as a whole. വെസ്റ്റേൺ ഫിലോസഫിയെ മൊത്തത്തിൽ ഫോർമുലേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് അദ്ദേഹം സ്പീച്ചിനെയും റൈറ്റിങ്ങിനെയും അനലൈസിസ് ചെയ്യുന്നത്. ഓക്കെ, തീർന്നിട്ടില്ല. He argues that speech in Western thinking implies a physical presence because a person speaks either to another person or to an audience. അദ്ദേഹം വാദിക്കുന്നത് വെസ്റ്റേൺ തിങ്കിങ്ങിൽ സ്പീച്ച് എന്ന് പറയുന്നത് ഇറ്റ്സ് എ ഫിസിക്കൽ പ്രസൻസ്. അത് ഇങ്ങനെ ഒരാൾ ഇങ്ങനെ വെറുതെ കേൾക്കല്ല, ഒരു ഫിസിക്കലായ ശാരീരികമായ ഒരു പ്രസൻസ് അവിടെ ഉണ്ടാവണം. കാരണം എ പേഴ്സൺ സ്പീക്സ്, ഒരാൾ സംസാരിക്കുന്നത് ഐദർ ടു അനദർ, ഒന്നുകിൽ മറ്റൊരാളോട്, അനദർ പേഴ്സൺ, ഓർ ടു ആൻ ഓഡിയൻസ്, അല്ലെങ്കിൽ ഒരു ഓഡിയൻസിനോട്. ഇതാണല്ലോ ഒരു സ്പീക്ക് എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് വെസ്റ്റേൺ തിങ്കിങ്ങിൽ സ്പീച്ച് എന്ന് പറഞ്ഞാൽ ഫിസിക്കൽ പ്രസൻസ് ആയിരിക്കണം, അയാൾ അവിടെ ഉണ്ടാവണം എന്നർത്ഥം. ഗുഡിച്ച്. ഇനി അദ്ദേഹം സ്പീച്ചിനെ പറഞ്ഞു അല്ലേ, സ്പീച്ചിൽ എന്ത് വേണം? സ്പീക്കർ അവിടെ ഫിസിക്കൽ പ്രസൻസ് ആണ് എന്ന് പറഞ്ഞത്. ഓൺ ദ അതർ ഹാൻഡ് റൈറ്റിംഗ്, ഇനി മറുവശം എഴുത്ത്, ക്യാൻ ബി ഡൺ ഇൻ ദ ആബ്സെൻസ് ഓഫ് ദ ഓതർ. അത് എഴുതി വിടാം, അവിടെ കേൾക്കുമ്പോൾ എന്തിൻ്റെ പ്രശ്നമില്ല, അത് കാണുമ്പോൾ ഒരു ഓതറിൻ്റെ പ്രസൻസ് വേണമെന്നില്ല, ഓതറിൻ്റെ ആബ്സെൻസിലും അതുണ്ടാവാം. എന്നാൽ സ്പീച്ച് എന്ന് പറയുന്നത് ഫിസിക്കൽ പ്രസൻസ് ഉണ്ടാവണം എന്നതാണ് വെസ്റ്റേൺ തിങ്കിങ് എന്ന് അക്കോർഡിംഗ് ടു ഹൂം? കമോൺ, ജാക്വിസ് ഡെരീഡ. ഓക്കെ, വെരി ഗുഡ്. അപ്പോൾ റൈറ്റിങ്ങിൽ ഓതറുടെ പ്രസൻസ് ആവശ്യമില്ല, എന്നാൽ സ്പീച്ചിൽ എന്ത് വേണം? ഓതറുടെ പ്രസൻസ് വേണം എന്നതാണ് അദ്ദേഹത്തിൻ്റെ ഒപ്പീനിയൻ. ഓക്കെ, അപ്പോൾ ഡെരീഡ കൊടുക്കുന്നത് ഇമ്പോർട്ടൻസ് ഏതിനാണ്? ആബ്സെൻസിനേക്കാളും പ്രസൻസിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ഡെരീഡ ഗിവ് ദ ഇമ്പോർട്ടൻസ് ടു ദ പ്രസൻസ് റാദർ ദാൻ ആബ്സെൻസ്. ഗോട്ട് ഇറ്റ്? ഗുഡ്. അവിടെ ഓർക്കേണ്ട വിഷയം സ്പീച്ച് ആൻഡ് റൈറ്റിംഗ് ആർ 2 മീഡിയംസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ആണ്. ഓക്കെ, കമ്മ്യൂണിക്കേഷൻ്റെ 2 മീഡിയംസ് ആണ് ഏത്? സ്പീച്ചും റൈറ്റിങ്ങും. അതൊക്കെ ഓക്കെ, അതൊക്കെ ശരിയാണ്. എന്നാൽ സ്പീച്ചിൽ എന്തുണ്ട്? ഫിസിക്കൽ പ്രസൻസ് ഉണ്ട്. റൈറ്റിങ്ങിൽ എന്തിൻ്റെ ആവശ്യമില്ല? ഫിസിക്കൽ പ്രസൻസിൻ്റെ ആവശ്യം ഇല്ല. അതുകൊണ്ട് അദ്ദേഹം ഇമ്പോർട്ടൻ്റ് കൊടുക്കുന്നത് ഏതിനാണ്? പ്രസൻസിനാണ്, ഏതിനേക്കാളും ആബ്സെൻസിനേക്കാളും. ഗോട്ട് ഇറ്റ് മക്കളെ? ഗുഡ്. ഇപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ നരേഷൻ ഇൻ ലിറ്ററേച്ചർ പഠിച്ചു. ഇന്ന് നരേഷൻ ഇൻ ഫിലോസഫി കഴിഞ്ഞു. ഇനി നമ്മൾ കടക്കാൻ പോകുന്നത് നരേഷൻ ഇൻ ഹിസ്റ്ററി. ചരിത്രത്തിലെ നരേഷൻ എങ്ങനെയെന്ന് നോക്കാം. ഓൾ ഓഫ് യു റീഡ് ഓൺസ് അഗെയിൻ. കം ഓൺ. നരേഷൻ ഇൻ ഹിസ്റ്ററി. ഓക്കെ, റീഡ് ഓൺ. റിയൽ ഈവൻറ്റ്സ് ഓഫ് ദ പാസ്റ്റ് ഓർ പ്രസൻറ്റ് ആർ പ്രസൻറ്റഡ് ഇൻ ദ ഫോം ഓഫ് എ സ്റ്റോറി. ഓക്കെ, അപ്പോൾ പാസ്റ്റിലെയും പ്രസൻറ്റിലെയും റിയൽ ഈവൻറ്റ്സ്, യഥാർത്ഥ സംഭവങ്ങൾ, അതിനെ പ്രസൻറ്റ് ചെയ്യൽ ഏത് രൂപത്തിലാണ്? ഇൻ ദ ഫോം ഓഫ് എ സ്റ്റോറി, ഒരു കഥയുടെ രൂപത്തിലാണ്. ഗോട്ട് ഇറ്റ്? എന്നാൽ സെർട്ടൈൻ ഈവൻറ്റ്സ് മേ ഹാവ് റിയലി ഹാപ്പൻഡ്. ചില സംഭവങ്ങൾ എന്തായിരിക്കാം? യഥാർത്ഥത്തിൽ സംഭവിച്ചതായിരിക്കാം. ചിലതങ്ങനെ ഇമാജിനേറ്റ് ചെയ്ത് അങ്ങോട്ട് നീട്ടി വലിച്ച് പറഞ്ഞതുമാവാം. ഓക്കെ, അപ്പോൾ ഒരു ഹിസ്റ്റോറിയൻ എഴുതുമ്പോൾ അയാൾ എന്ത് കാണിക്കണം? ഹി ഷുഡ് നോ ദെയർ കോസ് ആൻഡ് എഫക്റ്റ്. അവിടെ ഒരു കോസ് എഫക്റ്റ് ഉണ്ടാവും. അതിനെ ഹിസ്റ്റോറിയൻ നന്നായി അറിഞ്ഞിട്ട് വേണം എഴുതാൻ. ഗോട്ട് ഇറ്റ്?
അപ്പോൾ ഒരു ഹിസ്റ്റോറിയൻ ഹിസ്റ്ററിയെക്കുറിച്ച് എഴുതാൻ പോകുമ്പോൾ, ഒരു നടന്ന സംഭവത്തെക്കുറിച്ച് പഠിക്കാൻ പോകുമ്പോൾ, വി കനോട്ട് ഗെറ്റ് ബാക്ക് ടു ദ ആക്ച്വൽ ഹിസ്റ്റോറിക്കൽ ഈവൻറ്റ്സ്. ഓക്കെ, യഥാർത്ഥ ഹിസ്റ്റോറിക്കൽ ഈവൻസിലേക്ക് ചെന്നെത്താൻ നമ്മളെ കൊണ്ട് കഴിയുമോ? ഇല്ല. ഇപ്പോൾ വാര്യൻ കുന്നത്തിൻ്റെ കഥ പറയുമ്പോൾ വാര്യൻ കുന്നത്തിൻ്റെ യഥാർത്ഥ ചരിത്രം നമ്മളെ അടുത്ത് ഇപ്പം ഉണ്ടോ? ഇല്ല. അതന്ന് കഴിഞ്ഞു പോയ, റിയാലിറ്റി കഴിഞ്ഞു പോയതാണ്. പക്ഷേ ആ വാര്യൻ കുന്നത്തിനെ കുറിച്ച് എഴുതുമ്പോൾ ദ സബ്സീക്വന്റ് ഇയേഴ്സിൽ എന്ത് സംഭവിച്ചു, അന്ന് എന്ത് സംഭവിച്ചു എന്ന കോസ് ആൻഡ് എഫക്റ്റിനെ കുറിച്ച് മനസ്സിലാക്കാൻ ഹിസ്റ്റോറിയൻസിന് കഴിയണം എന്നർത്ഥം. ഓക്കെ, അതിനെന്താ ചെയ്യേണ്ടത്? ഇൻ ഓർഡർ ടു അണ്ടർസ്റ്റാൻഡ് വാട്ട് ഹാപ്പൻഡ് ഇൻ ഹിസ്റ്ററി വി നീഡ് ടു റീകൺസ്ട്രക്റ്റ് ഇറ്റ്. അപ്പം നമ്മൾ യഥാർത്ഥത്തിൽ ഹിസ്റ്ററിയിൽ എന്ത് സംഭവിച്ചു എന്നറിയാൻ വി നീഡ് ടു റീകൺസ്ട്രക്റ്റ് ഇറ്റ്. നമ്മളെ ചരിത്രത്തെ എന്ത് ചെയ്യണം? ഒന്നും കൂടി റീകൺസ്ട്രക്റ്റ് ചെയ്യണം എന്നർത്ഥം. അങ്ങനെ റീകൺസ്ട്രക്ട് ചെയ്യാൻ നമുക്ക് നോളജ് എവിടെ നിന്ന് കിട്ടും? വി ക്യാൻ ഗെറ്റ് നോളജ് ഓൺലി ത്രൂ ബുക്സ്, മെറ്റീരിയൽ ഓബ്ജെക്ട്സ്, എവിഡൻസ് ഓഫ് ബിൽഡിങ്സ്, etc. ഓക്കെ, അവിടെ നിന്നൊക്കെ കിട്ടും, നോ പ്രോബ്ലം. ഓക്കെ, നെക്സ്റ്റ് ഒരു പോയിന്റ് എന്ന് പറയുന്നത് ഹിസ്റ്ററി റീകൺസ്ട്രക്ഷൻ ഈസ് സിമിലർ ടു എ നോവൽ. ഹിസ്റ്ററിയെ പുനർനിർമ്മിക്കുക എന്ന് പറയുന്നത് അത് നോവലിനോട് തുല്യമാണ്. എന്താ കാരണം അറിയോ? ഇൻ ബോത്ത് കേസസ് കോസ് എഫക്റ്റ് സീക്വൻസ് ഗെയിൻസ് ഇമ്പോർട്ടൻസ്. രണ്ടിലും എന്തിനാണ് പ്രാധാന്യം? കോസ് എഫക്റ്റ് സീക്വൻസിനാണ് പ്രാധാന്യം കൊടുക്കുന്നത്. അതുകൊണ്ട് ഹിസ്റ്ററിയെ റീകൺസ്ട്രക്ട് ചെയ്യുന്നത് എന്തിനോട് സിമിലർ ആണ്? നോവലിനോട് സിമിലർ ആണ് എന്നർത്ഥം. ഗോട്ട് ഇറ്റ്? ഗോട്ട്. ഇനി പ്രധാനപ്പെട്ടൊരു പോയിന്റാണ്. ഇങ്ങനെ പറയാം, നരേറ്റീവ്സ് കൺസ്ട്രക്ട് ദ പാസ്റ്റ്. നരേറ്റീവ്സ് കൺസ്ട്രക്ട് ദ പാസ്റ്റ്. വിവരണങ്ങളാണ് എന്തിനെ നിർമ്മിക്കുന്നത്? പാസ്റ്റിനെ നിർമ്മിക്കുന്നത് എന്ന് പറയാം. എന്തുകൊണ്ട് അങ്ങനെ പറയുന്നു? ശ്രദ്ധിച്ചോളൂ, എന്തുകൊണ്ട് അങ്ങനെ പറയുന്നു? കമോൺ. അങ്ങനെ പറയാൻ കാരണം ഈവൻസ് ഡു നോട്ട് റൈറ്റ് ഹിസ്റ്ററി. ഒരുപാട് സംഭവങ്ങൾ നടന്നു പോകൂലേ, ആ സംഭവങ്ങളല്ല എന്ത് എഴുതുന്നത്? ചരിത്രം എഴുതുന്നത്. ബട്ട് ഹിസ്റ്റോറിയൻസ് ഡു. അതാരാണ് എഴുതുന്നത്? ചരിത്രകാരന്മാരാണ് എന്ത് എഴുതുന്നത്? ചരിത്രങ്ങൾ എഴുതുന്നത്. നല്ല സംഭവങ്ങളാണോ? അല്ല. അതുകൊണ്ടാണ് എന്ത് വിളിക്കുന്നത്? നരേറ്റീവ് കൺസ്ട്രക്ട് ദ പാസ്റ്റ്. വിവരണങ്ങളാണ് പാസ്റ്റിനെ നിർമ്മിക്കുന്നത് എന്ന് പറയാൻ കാരണം. ഗുഡ്. ഒരേ ഹിസ്റ്ററിക്ക് തന്നെ ഡിഫറൻറ്റ് ഇൻ്റർപ്രിട്ടേഷൻ ഉണ്ടാവാറുണ്ട്, അല്ലേ? ഒരേ ചരിത്രം തന്നെ വ്യത്യസ്ത വ്യാഖ്യാനങ്ങൾ നൽകാറുണ്ട്. ഉദാഹരണത്തിന് നമ്മൾ വാര്യൻ കുന്നൻ തന്നെ ഇപ്പം 4 സിനിമയാണ് ഇറങ്ങാൻ പോകുന്നത് വാര്യൻ കുന്നനെ കുറിച്ച്. അപ്പോൾ വാര്യൻ കുന്നനെ ഒരു ധീര പോരാളിയാണ്, അദ്ദേഹം കർഷകർക്ക് അനുകൂലമാണ്, പിന്നെ സാമ്രാജ്യത്തിനെതിരാണ്, ബ്രിട്ടീഷുകാർക്ക് എതിരാണ് എന്ന് പല വിഭാഗങ്ങൾ പറയുമ്പോഴും ഒരു വിഭാഗം ആളുകൾ പറയുന്നു അത് ഹിന്ദു വിഭാഗങ്ങൾക്ക് എതിരായിട്ട് ഹിന്ദുക്കളെ അടിച്ചമർത്താനുള്ള സമരമായിരുന്നു എന്ന്. അതായത് ഒരു ചരിത്രത്തെ തന്നെ ഡിഫറൻറ്റ് ഇൻ്റർപ്രിട്ടേഷൻ കൊടുക്കുന്നവരുണ്ട് എന്നർത്ഥം. നമുക്ക് ഉദാഹരണം നോക്കാം. നിങ്ങൾ സിപ്പായി മ്യൂട്ടിനി എന്ന് കേട്ടാണ്. സിപ്പായി മ്യൂട്ടിനി 1857 ഷിഫായി ലഹള എന്ന് പറയും, അല്ലേ? ഫസ്റ്റ് ഇൻഡിപെൻഡൻറ്റ് ഫൈറ്റ്, അല്ലേ? ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്നറിയപ്പെടുന്ന 1857 സിപ്പായി മ്യൂട്ടിനി. അതിനെ 2 തരത്തിൽ ഇൻ്റർപ്രറ്റ് ചെയ്തു. ഒന്നെന്താണ്? അതിനെ ദ ബ്രിട്ടീഷ് സോ ഇറ്റ് ആസ് റിവീലിംഗ് ദ മീനിങ് ഓഫ് റെബല്യൻ എന്നതാണ് സിപ്പായി മ്യൂട്ടിനിയെ ബ്രിട്ടീഷുകാർ കണ്ടത്. അഥവാ എതിരാളികളുടെ അർത്ഥങ്ങളെ മനസ്സിലാക്കുക, എതിരാളിയുടെ ശക്തി, എതിരാളികളുടെ അർത്ഥങ്ങൾ എന്തൊക്കെയെന്ന് മനസ്സിലാക്കുന്നതിനൊരു ലഹളയായിട്ടാണ് അവരെ കണ്ടത്. എന്നാൽ ഇന്ത്യക്കാർ അതിനെങ്ങനെ കണ്ടു? ദ ഇന്ത്യൻസ് കമന്റേറ്റേഴ്സ് സോ ഇറ്റ് ആസ് എ വാർ ഓഫ് ഇൻഡിപെൻഡൻസ്. കണ്ടാ, ഒരു സ്വതന്ത്ര സമര പോരാട്ടമായിട്ടാണ് ഇന്ത്യക്കാർ അതിനെ കണ്ടത്. അങ്ങനെയാണ് ചരിത്രങ്ങളെ പല ആളുകളും പല കോണിൽ നിന്ന് അതിനെ വീക്ഷിക്കാൻ ചാൻസ് ഉണ്ട് എന്നർത്ഥം. പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്. എഫക്റ്റീവ് നരേറ്റീവ് മെത്തേഡ്സ് ആർ നെസസറി ഫോർ ഹിസ്റ്ററി. ഒരു ഹിസ്റ്ററിയുടെ ഏറ്റവും അത്യാവശ്യമായ നരേറ്റീവ് എന്ന് പറയുന്നത് ഇങ്ങനെയാണ്: ടു ബി എഫക്റ്റീവ് ഇൻ കമ്മ്യൂണിക്കേറ്റിംഗ് ദ പാസ്റ്റ് ടു ദ പ്രസന്റ് ആൻഡ് ഫ്യൂച്ചർ. 3 കാലഘട്ടത്തെയും യോജിപ്പിക്കണം. പാസ്റ്റിനെ കുറിച്ചാണല്ലോ എഴുതുന്നത്. അത് എഴുതുമ്പോൾ അത് ഇതിലേക്ക് നമ്മൾ കണക്ട് ചെയ്യണം, പ്രസന്റിലേക്ക്. ഇനി അത് എന്തിലേക്ക് വരെ എത്താമെന്ന് കാണിക്കണം, ഫ്യൂച്ചറിലേക്ക്. അങ്ങനെ 3 ഒരു സീസണെയും നമ്മൾ കണക്ട് ചെയ്തുകൊണ്ട് എഴുതുമ്പോഴാണ് അതൊരു യഥാർത്ഥ എന്താകുന്നത്, എഫക്റ്റീവ് നരേറ്റീവ് മെത്തേഡ് ഓഫ് ഹിസ്റ്ററി ആക്കുന്നത്. ഓക്കെ, ഇനി ഹിസ്റ്ററിയെ നമ്മൾ നരേറ്റ് ചെയ്യുമ്പോൾ there are 3 types of communicating from the past. പാസ്റ്റിൽ നിന്ന് ഒരു കാര്യം നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ 3 തരത്തിൽ അതിനെ ചെയ്യാമെന്ന് ഹൈഡൻ വൈറ്റ് പറയുന്നു. ആരാണ് ഹൈഡൻ വൈറ്റ് എന്ന് കണ്ടോളൂ, കണ്ടില്ലേ? അപ്പോൾ ഹൈഡൻ വൈറ്റ് എന്താണ് പറയുന്നത്?
മൂന്ന് തരത്തിൽ നമുക്ക് പാസ്റ്റിൽ നിന്നും കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. വാട്ട് ആർ ദ 3 ടൈപ്സ് അല്ലെങ്കിൽ വാട്ട് ആർ ദ 3 മോഡ്സ്? ആ മോഡുകൾ എന്തൊക്കെയാണെന്ന് പറയൂ. ഓൾ ഓഫ് യു ഫസ്റ്റ് ദ അനൽസ് മോഡ്, സെക്കൻഡ് വൺ ക്രോണിക്കൽ മോഡ്, തേർഡ് വൺ ഹിസ്റ്റോറിക്കൽ നരേറ്റീവ്സ്. വൺസ് അഗെയിൻ അനൽസ് മോഡ്, chronicle mode, historical narrative. Okay, let us study in detail. First, annals mode. All of you read. History can be narrated simply as a form of listing important events in chronological order. ഹിസ്റ്ററിയെ നമുക്ക് എന്ത് ചെയ്യാം? സിമ്പിളായി നരേറ്റ് ചെയ്യാം. ഫ്രം ലിസ്റ്റിംഗ് ഇമ്പോർട്ടൻ്റ് ഈവൻറ്റ്സ് ഇൻ ക്രനോളജിക്കൽ ഓർഡർ. പ്രധാനപ്പെട്ട ഈവൻറ്റ്സുകളെ ക്രനോളജിക്കൽ ഓർഡറായി പറഞ്ഞിട്ട്, അപ്പോൾ ആദ്യം നടന്ന സംഭവം, പിന്നെ നടന്ന സംഭവം, പിന്നെ നടന്ന സംഭവം, ഇങ്ങനെ ഓരോ ക്രനോളജിക്കൽ ഓർഡറായിട്ട് കാര്യങ്ങൾ ഇങ്ങനെ 1 by 1 ആയി പറയാം ഹിസ്റ്ററിയിൽ. എന്നാൽ ഇതിൻ്റെ പ്രത്യേകത എന്താ അറിയോ? ദ അനൽസ് മോഡ് ഓഫ് നരേറ്റീവ് ഡസ് നോട്ട് ടെൽ us വിച്ച് ഈവൻറ്റ്സ് ആർ മോർ ഇമ്പോർട്ടൻറ്റ് ഓർ ഹൗ വൺ ഈവൻറ്റ് ഇൻഫ്ലുവൻസ്ഡ് ദ ലൈഫ് ഓഫ് എ പേഴ്സൺ ഓർ എ ഗ്രൂപ്പ്. ഈ അനൽസ് മോഡിൽ എന്ത് ചെയ്യാറില്ല? ഡസ് നോട്ട് ടെൽ us വിച്ച് ഈവൻറ്റ്സ് ആർ മോർ ഇമ്പോർട്ടൻറ്റ്. ഇപ്പോൾ ഉദാഹരണത്തിന് 1857 സിപ്പായി മുട്ടണി, 1947 ഇന്ത്യൻ ഇൻഡിപെൻഡൻസ്, സ്വാതന്ത്ര്യ സമരം, ഇത് ഇങ്ങനെ ക്രനോളജിക്കൽ ഓർഡറായിട്ട് ഇങ്ങനെ പറയാമെന്നല്ലാതെ ഇതിൽ ഏതിനാണ് കൂടുതൽ ഇമ്പോർട്ടൻ്റ് എന്ന് ഏതിൽ പറയില്ല, ഈ അനൽസ് മോഡിൽ പറയില്ല എന്നർത്ഥം. വാട്ട് ഇറ്റ്? പിന്നെ ഏതൊക്കെ ഈവൻ്റാണ് ഇത്ര ആളുകളെ അല്ലെങ്കിൽ ഇന്ന ഗ്രൂപ്പിനെ ഇൻഫ്ലുവൻസ് ചെയ്തത് എന്നും പറയില്ല. നടന്ന സംഭവങ്ങൾ അതിൻ്റെ ക്രനോളജിക്കൽ ഇമ്പോർട്ടൻസ് അനുസരിച്ച് ക്രനോളജിക്കൽ ഓർഡറായിട്ട് ഇങ്ങനെ പറയും എന്നർത്ഥം. ഗോട്ട് ഇറ്റ്? ദിസ് ഈസ് ദ അനൽസ് മോഡ്. മനസ്സിലായിട്ടുണ്ടോ എന്ന് വിശ്വസിക്കുന്നു. സെക്കൻഡ് വൺ ക്രോണിക്കൽ മോഡ്. എന്താണ് ക്രോണിക്കൽ മോഡ്? ക്രനോളജി എന്നതിൽ നിന്ന് പോകുന്ന പോലെയാണ് ക്രോണിക്കൽ മോഡ്. നോക്കൂ, ഇൻ ദ ക്രോണിക്കൽ മോഡ് ദ നെറേറ്റീവ് ഹാസ് എ സെൻട്രൽ തീം. അപ്പോൾ അതിൽ അവർക്ക് നെറേറ്റീവ് എന്നുള്ള ഒരു പ്രധാന ആശയമുണ്ടാകും, ഓർ സബ്ജക്റ്റ്, ആൻഡ് ദ റെപ്രസെൻറ്റിംഗ് ഈവൻറ്റ്സ് ആർ മോർ ഓർഡേഡ്. പറയുന്ന കാര്യങ്ങൾ എങ്ങനെയായിരിക്കും? കൃത്യ ഓർഡർ അനുസരിച്ചായിരിക്കും പറയുക. അതാണ് ഇതിൻ്റെ പ്രത്യേകത, ക്രോണിക്കൽ മോഡിൻ്റെ പ്രത്യേകത എന്ന് പറയും. അവിടെ കൃത്യമായി ഇതേ ഉദാഹരണം തന്നെ 1857 സിപ്പായി മ്യൂട്ടിനി, നെക്സ്റ്റ് ഇൻഡിപെൻഡൻസ് 1947 ഇത് നടന്ന സംഗതികളെയും അതിൻ്റെ കൃത്യതയെയും വളരെ ഓർഡറായി ക്രനോളജിക്കൽ ഓർഡറായിട്ട് വിശദീകരിച്ച ചെറിയൊരു ഉദാഹരണം അവിടെ കാണാം. അപ്പോൾ ഇതിൻ്റെ തുടർച്ചയായിരുന്നു, അതുകൊണ്ട് അതുണ്ടായി, ഇങ്ങനെ നമുക്ക് സ്വാതന്ത്ര്യം കിട്ടി, ഇങ്ങനെയൊക്കെയുള്ള ആ ഒരു ഓർഡർ ഉണ്ടല്ലോ, അത് കറക്റ്റായി എഴുതുന്ന ഒരു സബ്ജക്റ്റ്, ഒരു തീമിനെ ബേസ് ചെയ്തുകൊണ്ട് എഴുതുന്നതാണ് ഇത് കമോൺ ക്രോണിക്കൽ മോഡ് എന്ന് പറയുന്നത്. ആൻഡ് ദ തേർഡ് മോഡ് ഹിസ്റ്റോറിക്കൽ നരേറ്റീവ്. ഓൾ ഓഫ് യു റീഡ് once again historical narrative. Okay, listen, let us study in detail historical narrative. In the historical narrative, the events are conveyed to us in such a way that we wish to know more about them. ഇതാണ് ഒന്നും കൂടി നമുക്കെന്ത് കൂടുതൽ സാറ്റിസ്ഫൈഡ് ആകുന്ന ഒരു മോഡ് എന്ന് പറയുന്നത്. ഈ ഒരു നരേറ്റീവിൽ ഈവൻസ് ആർ കൺവേഡ്, നമ്മളോട് സംവദിക്കുന്നത് ഇൻ സച്ച് എ വേ, ഒരു തരത്തിലാണ്, ദാറ്റ് വി വിഷ് ടു നോ മോർ അബൌട്ട് ദം. നമ്മൾ ആ വിഷയത്തെക്കുറിച്ച് എത്രമാത്രം അറിയാൻ ആഗ്രഹിക്കുന്നുണ്ടോ അത്രമാത്രം കാര്യങ്ങൾ നമ്മളിലേക്ക് തരുന്ന ഒരു നരേറ്റീവ് മോഡാണിത്. കമോൺ ഹിസ്റ്റോറിക്കൽ നരേറ്റീവ്. ദാറ്റ് മീൻസ് ഫസ്റ്റ് പറഞ്ഞ അനൽസിൽ നിന്നും സെക്കൻഡ് പറഞ്ഞ ക്രോണിക്കിൽ നിന്നും എൻറ്റയർലി ഡിഫറൻ്റ് ആയ ഒരു നരേറ്റീവ് മോഡാണിത് ഹിസ്റ്റോറിക്കൽ നരേറ്റീവ്. ഗോട്ട് ഇറ്റ്? ഗുഡ്. നെക്സ്റ്റ് ഒരു പ്രധാനപ്പെട്ട പോയിന്റ്, ഇൻ ദിസ് ടൈപ്പ് ഓഫ് നരേറ്റീവ് ദർ ഈസ് എ ക്ലോഷർ ഓഫ് നരേറ്റീവ്. ദർ ഈസ് എ ക്ലോഷർ ഓഫ് നരേറ്റീവ്. ക്ലോഷർ മീൻസ് സമാപ്തി, പൂർണ്ണത, കംപ്ലീറ്റ്നെസ് എന്നൊക്കെ അർത്ഥം. ഓക്കെ, അപ്പോൾ ഈ ഒരു ടൈപ്പ് ഓഫ് നരേറ്റീവ് നമുക്ക് എന്ത് കാണാം? ക്ലോഷർ ഓഫ് നരേറ്റീവ് എന്ന് പറഞ്ഞാൽ ദർ ഈസ് നോ നീഡ് ഓഫ് ഗോയിങ് അനദർ മെറ്റീരിയൽസ്. ഇനി നമുക്ക് മറ്റൊരു മെറ്റീരിയൽസിലേക്ക് പോവേണ്ട ആവശ്യം ഇല്ലാത്ത വിധത്തിൽ പൂർണ്ണമായി കാര്യങ്ങൾ ഇതിൽ അനലൈസ് ചെയ്തിട്ടുണ്ടാവും. ദാറ്റ് ഈസ് ദ മോഡ് ഓഫ് ഹിസ്റ്റോറിക്കൽ നരേറ്റീവ്. ഗോട്ട് ഇറ്റ്? ഗുഡ്. ഇനി നോക്കൂ, ദ സിഗ്നിഫിക്കൻറ്റ് ഈവൻറ്റ്സ് ആർ ഹൈലൈറ്റഡ് ത്രൂ നോട്ട് സിംപ്ലി എ റെസിറ്റൽ ഓഫ് ഡേറ്റ്സ് ആൻഡ് ഈവൻറ്റ്സ്. പ്രധാനപ്പെട്ട ആശയങ്ങൾ ഹൈലൈറ്റ് ചെയ്യൽ എങ്ങനെയല്ല, ഈവൻസിൻ്റെ ഡേറ്റോ അതിൻ്റെ ചെറിയ കാര്യങ്ങളോ സിമ്പിളായി പറഞ്ഞുകൊണ്ടല്ല, ബട്ട് ഓൾസോ ആൻ ഇൻ്റർപ്രിട്ടേഷൻ ഓഫ് ഈവൻറ്റ്സ് ഇൻ ദ പാസ്റ്റ്. കഴിഞ്ഞ കാലങ്ങളിൽ നടന്ന അതിൻ്റെ എല്ലാ വ്യാഖ്യാനങ്ങളെക്കുറിച്ചും ഹൈലൈറ്റ് ചെയ്തുകൊണ്ടാണ് ഒരു വിഷയത്തെ അവർ പ്രതിപാദിക്കുന്നത് എന്നർത്ഥം. ഓക്കെ ഗൈസ്, അപ്പോൾ ദീസ് ആർ ദ ത്രീ മെയിൻ മോഡ്സ് ഓഫ് കമ്മ്യൂണിക്കേറ്റിംഗ് ഈവൻറ്റ്സ് ഫ്രം ദ പാസ്റ്റ്. കഴിഞ്ഞ കാലങ്ങളിൽ നിന്നും വിഷയങ്ങളെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന 3 പ്രധാനപ്പെട്ട മോഡുകളെ കുറിച്ചാണ് പറഞ്ഞത്. ഫസ്റ്റ് വൺ, കമോൺ ഓൾ ഓഫ് യു,
annals mode, second one chronicle mode, and third one historical narrative. Got it? ആരാണ് ഈ അഭിപ്രായം മുന്നോട്ട് വെച്ചത്? ആളെ പേര് പറ. All of you, come on. Hayden White. Very good. Okay, all of you listen very carefully and ask your doubts in my PM. No problem. Have a nice day. Thank you.